KTU 2019 സ്കീം ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ S5 ADC മൊഡ്യൂൾ 5ൻ്റെ തിയറിയാണ് പറയാൻ പോകുന്നത്. നമ്മളിതിൽ പഠിക്കാൻ പോകുന്നതാണ് QAM ക്വാഡ്രേച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ QPSK പഠിച്ചിരുന്നു. ക്വാഡ്രേച്ചർ ഫേസ് ഷിഫ്റ്റ് കീയിങ് സെയിം തന്നെയാണ് QAMൽ. അതായത് 2 ബിറ്റുകളുടെ കോമ്പിനേഷൻ ആയിരിക്കും നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ QPSKയിൽ ഫേസ് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആംപ്ലിറ്റ്യൂഡ് യൂസ് ചെയ്തിട്ടാണ് മോഡുലേഷൻ ചെയ്യുന്നത്. അത്ര ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ മോഡുലേറ്ററിന് നോക്കിയാൽ ട്രാൻസ്മിറ്റർ സൈഡിലെ ബ്ലോക്ക് ഡയറക്റ്റിൽ നമ്മൾ 2 ബിറ്റുകളുടെ കോമ്പിനേഷനാണല്ലോ മോഡുലേഷൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ട് 1 ഇൻപുട്ട് 2. അതിലൊരു ലോക്കൽ ഓസിലേറ്റർ ഉണ്ടായിരിക്കും. ലോക്കൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേവിനെ പ്രൊഡ്യൂസ് ചെയ്യും, കരിയർ വേവിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് ലോക്കൽ ഓസിലേറ്റർ. അപ്പോൾ ആ സിഗ്നലാണ് നമുക്ക് A cos omega t കിട്ടുന്നത്. അതും നമ്മുടെ ഇൻപുട്ട് 1 ആയിട്ട് എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് എടുക്കും. പ്ലസ് നമ്മൾ ആ ലോക്കൽ ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ടിന് 90 ഫേസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സൈൻ വേവ് കിട്ടും. ദെൻ ആ സൈൻ വേവും ഇൻപുട്ട് 2 കൂടിയാണ് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുക. ദെൻ ഈ 2 പ്രൊഡക്റ്റുകളും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന ആളാണ് നമ്മുടെ QAMൻ്റെ ഔട്ട്പുട്ട്. അതായിരിക്കും നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡിൽ അയക്കുന്നത്. അത് നേരെ ചാനൽ വഴി റിസീവറിലേക്ക് എത്തും. അപ്പോൾ ചാനലിൽ വെച്ച് എക്സ്ട്രാ ആയി കയറി വരും, നോയ്സും കയറി വരും. അപ്പോൾ റിസീവറിലേക്ക് എത്തുമ്പോൾ നമ്മൾ സെയിം ലോക്കൽ ഓസിലേറ്റർ യൂസ് ചെയ്തിട്ട് ഒരു കോസ് വേവിനും സൈൻ വേവിനും അവിടെ എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. എന്നിട്ട് അത് വെച്ചിട്ട് ഡീമോഡുലേറ്റ് ചെയ്യും. ദെൻ എക്സ്ട്രാ വന്ന നോയ്സിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ലോ പാസ് ഫിൽറ്റർ 1ഉം 2ഉം യൂസ് ചെയ്യും. ദെൻ ഡീമോഡുലേറ്റ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് റിസീവർ സൈഡിൽ കിട്ടും. ഇതാണ് QAMൻ്റെ ബ്ലോക്ക് ഡയഗ്രംസ് കേട്ടോ. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ കോൺസ്റ്റലേഷൻ ഡയഗ്രാമാണ് താഴെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്, അതും പഠിക്കണം.